ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം ചെയ്യുന്ന, അതായത് നമുക്ക് സംഭവിക്കുന്ന ചെറിയൊരു അബദ്ധത്തെക്കുറിച്ചാണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. ഇതൊരു ബാത്റൂമാണ്, അതായത് ഹൈ ലെവൽ ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ തന്നെ ഒരു നല്ല എമൗണ്ടും കാര്യങ്ങളെല്ലാം മുടക്കി ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ബാത്റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ബാത്റൂമിൻ്റെ ഹൈറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. റൂമിൻ്റെ ഹൈറ്റിനേക്കാൾ ഏകദേശം പൊങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ? ഓൾറെഡി ഒരു സ്കട്ടിങ് ഒക്കെ കൊടുത്ത് 2 ഇഞ്ച് സ്കട്ടിങ് കൊടുത്ത് പുറത്തേക്ക്, അതായത് റൂമിനേക്കാൾ ബാത്റൂം പൊങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോക്സി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ലെങ്കിലും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ ഗ്യാപ്പ് കണ്ടോ, ഇത്രയും ഹൈറ്റിൽ നിന്ന് ഈ ഗ്യാപ്പിൽ നിന്ന് ഓൾറെഡി നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ പുറത്തേക്ക് ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് മാക്സിമം എങ്ങനെ ഒഴിവാക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അപ്സ്റ്റെയർ ചെയ്യുന്ന സമയത്താണെങ്കിലും മുകളിലേക്കുള്ള നമ്മൾ ഓൾറെഡി റൂം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റൂമിൻ്റെ ഏരിയയിൽ നിന്നും ഏകദേശം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചെങ്കിലും താഴ്ത്തിയിട്ടിട്ട് വേണം ബാത്റൂം ചെയ്യാനായിട്ട്. ബാത്റൂം ഏകദേശം ഒരു 8 ഇഞ്ച് ഒരു 10 ഇഞ്ചോളം താഴ്ത്തിയിട്ടാൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അവിടെ വേസ്റ്റിന് വയ്ക്കുന്ന ട്രാപ്പിൽ ഏകദേശം ഒരു ഹൈറ്റ് വരുന്നത് 6 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത്. 6 ഇഞ്ച് ഹൈറ്റ്, അതിൻ്റെ തൊട്ട് മുകളിൽ ടൈൽ ഒരു 2 ഇഞ്ച് കൂടി വരും. 6 ഇഞ്ച് 2 8 ഇഞ്ച് കറക്റ്റ് ഹൈറ്റ് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് കിട്ടണം. പിന്നെ ഒരു 2 ഇഞ്ച് കൂടിയും അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും റൂമിനേക്കാൾ താഴ്ന്ന് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 10 ഇഞ്ചെങ്കിലും താഴ്ത്തിയിട്ടിട്ട് വേണം നമ്മുടെ റൂമിൽ നിന്നും ബാത്റൂമിൻ്റെ താഴ്ത്തി വേണം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഓർക്കാതെ റൂമിൻ്റെ സെയിം ലെവലിൽ തന്നെ നമ്മുടെ ബാത്റൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രാപ്പിൻ്റെ ഹൈറ്റ് വരുന്നത് 6 ഇഞ്ചും പിന്നെ ടൈലിൻ്റെ ഹൈറ്റ് വരുന്നത് 2 ഇഞ്ചും കൂടി, ടൈലിൻ്റെ പരിക്കൻ്റെ എല്ലാം കൂടി ഹൈറ്റ് കൂടി വരുന്ന 2 ഇഞ്ച് കൂടി വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചോളം നമുക്ക് പൊക്കി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഈ അവസ്ഥ വരുന്നതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞു, വെള്ളം ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരികയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത് നമുക്ക് പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഡോറ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. ഡോർ അകത്ത് വെച്ചിട്ട് ആ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഒരു ബീഡിങ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ ബാത്റൂം, അതായത് നമ്മൾ താത്തിയിട്ട ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഡോറ് അകത്ത്, അതായത് ഡോർ അടച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ ചെറിയൊരു വശമെങ്കിലും ഈ ലെവലിൽ നിന്നും താഴ്ന്നു നിൽക്കണം. അതായത് ആ സ്കട്ടിങ്ങിൽ നിന്ന് താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അംശം ഒന്നും തന്നെ ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതറിയാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് ബാത്റൂം നമ്മൾ ചെയ്യുന്ന സമയത്ത്, അത് റൂമിൻ്റെ ബാത്റൂമുകളെല്ലാം ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ചെയ്ത രീതിയിൽ ബാത്റൂമുകളെല്ലാം ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 10 ഇഞ്ചോളം താത്തിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എത്ര നമ്മൾ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അപ്പോക്സി കാര്യങ്ങളെല്ലാം ഏത് രീതിയിൽ ചെയ്താലും കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റൂമിലേക്ക് ആ ഈർപ്പം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അറിയാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ.